ഓക്കെ മിസ്റ്റർ റിമക്കല്ലിക്കൽ പിന്നെ ടോണി കുരിശിക്കൽ ഞാന് സത്യം പറഞ്ഞ ഈ മദ്യം കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇതൊന്നുമല്ല, ഞാനിപ്പോ പുതിയൊരു ബ്രാൻഡ് പുറത്തിറക്കിയിട്ടുണ്ട്. ഈ ബ്രാൻഡിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇതിനിപ്പോ പേരിട്ടിട്ടില്ല. പുറത്തു നിന്ന് ഒരാൾക്ക് ഞാൻ ഇതിന് പേരിടാൻ ഒരു അവസരം കൊടുക്കുകയാണ്. ഒരു സാധാരണക്കാരൻ, മനസ്സിലായോ? അങ്ങനെ പേരിടുന്ന ആൾക്ക് ഞാൻ 2 ലക്ഷം രൂപയാണ് കൊടുക്കാനായിട്ട് പോകുന്നത്. സാറേ ഞാൻ ഈ പേരിട്ട് കഴിഞ്ഞാൽ വല്ല അബദ്ധമാവും? ഒരു കുഴപ്പമില്ല സാർ, ഞാൻ പറയട്ടെ, പേര് പറയട്ടെ സാർ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, എനിക്ക് ഇതിന് കുറച്ച് ഒരു നിബന്ധനകളുണ്ട്. അതായത് കേൾക്കുന്നവർക്ക് ഒരു കുളിര് തോന്നണം, ഒരു കൊതി തോന്നണം. അങ്ങനെ ഒരു പേരായിരിക്കണം എന്റെ പതിക്കുപ്പി. ഇഷ്ടമുള്ള പേര് സാർ പറയും. ഇഷ്ടമുള്ള പേരെന്ന് പറഞ്ഞാൽ ഈ സംഭവം പറഞ്ഞാൽ ഈ സാധനം നമ്മൾ ഒരു പെഗ് അടിച്ചു കഴിഞ്ഞാൽ സാധാരണ സാധനങ്ങൾ എങ്ങനെയാണ് നമ്മൾ ഒരെണ്ണം അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തല കറങ്ങും. ഇത് അതുപോലെയല്ല, അടിച്ചു കഴിയുന്നുണ്ടെങ്കിൽ തലകുത്തി നിൽക്കും. അപ്പൊ വവ്വാലിട്ടോ സാറേ? പിന്നെ നല്ല പേരല്ലേ തലകുത്തിക്കണത്? വവ്വാലക്ക് വവ്വാലി എന്തായാലും കുഴപ്പമില്ല, എനിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു പേര് ടച്ച് കഴിഞ്ഞാൽ മതി. പിന്നെ ഇതെന്താ ഈ പച്ച ഷീറ്റ് വിരിച്ച സാധനം? പച്ച ഷീറ്റ് വിരിച്ച സാധനം? ഇത് പച്ച ഷീറ്റ് വിരിച്ച സാധനമല്ല. പിന്നെ ഇതറിയില്ല. വെള്ളിയാഴ്ച ഞാൻ ഇത് ഒരുപാട് ക്ലബ്ബുകളിൽ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത് ഞാൻ ഇതുവരെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തു. ഇത് സ്റ്റിക്ക് അല്ലേ? ഇതെടുത്തിട്ട് ഇങ്ങനെ പിടിക്കണല്ലേ? ലക്ഷ്യം വെക്കൂ സാർ. വെച്ചിട്ട് ചെയ്യണം അല്ലേ? ഓ കറക്റ്റ് കുഴിയിലോട്ട് പോയതാട്ടോ ബോള്, കറക്റ്റ് കുഴിയിലോട്ടല്ലേ പോയത്. അതാണ് ഒരു സാധനം പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ടപ്പ ചെയ്തായിരിക്കും. ഈ താണ്ട അടുത്ത ബോളും കുഴിയിലോട്ടൊക്കെ പോയിരിക്കുകയാണ്. സൂപ്പർ, കൊള്ളാം, നല്ലൊരു കിടില കളിയാണ് കളിപ്പിച്ചത്. താങ്ക് യു. അപ്പൊ മിസ്റ്റർ ഇങ്ങോട്ട് വരൂ, ചോദിക്കാറുണ്ട് ഒരുപാട് കാര്യങ്ങൾ. പറയൂ, എങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ ക്ലബിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ക്ലബിന്റെ കാര്യങ്ങൾ നന്നായിട്ട് പോകുന്നു സാർ. നന്നായിട്ട് പോകുന്നുണ്ട്. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ സത്യം പറഞ്ഞ ഈ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു, മനസ്സിലായോ? എന്താണ് എന്റെ ഡ്യൂട്ടി അറിയാം സാറേ. ടിപ്പ് എന്തെങ്കിലും? ടിപ്പൊക്കെ ചോദിച്ചാണോ വായിക്കേണ്ടത്? ചോദിച്ചാണോ ടിപ്പ് വായിക്കേണ്ടത്? പറഞ്ഞിട്ടുണ്ട് ജോണേ, ടിപ്പൊന്ന് ചോദിച്ചല്ല വായിക്കണം, അത് മനസ്സിലാക്കണം. ഇത് അറിഞ്ഞു തരേണ്ട സാധനമാണ് സാർ. എനിക്കാണ് പെണ്ണും പെടക്കോഴി ഇല്ലാത്തതാണ് സാറേ, എനിക്ക് ജീവിക്കണം. ഇതൊക്കെ നേരത്തെ പറയണ്ടേ? ഇതെന്തോന്നാ നോട്ടീസ്? പഞ്ചായത്തിൽ നിന്ന് നാളെ കോഴി കൊടുക്കുന്നുണ്ട്, അതിനകത്ത് നിന്ന് ഏതാണോ പെടക്കോഴി നോക്കിട്ട് നേരെ വീട്ടിലോട്ട് കൊണ്ടുവരിക. ചെല്ലി സാറേ, അതല്ല സാറേ, കല്യാണം കഴിക്കുന്ന ചെറുപ്പക്കാരന്റെ വിഷമ സാധനം മനസ്സിലാക്കണം. എനിക്കറിയാം ഈ വിഷമം. ഈ വിഷമം നന്നായിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ, മനസ്സിലായോ? സത്യം പറഞ്ഞ എനിക്ക് ഇട്ട് മൂടാനുള്ള കോടിക്കണക്കിന് സ്വത്തുക്കളുണ്ട്. എന്നിട്ട് എനിക്കത് എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് പറഞ്ഞോളൂ സാറേ.